ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് ഹൽവ റെസിപ്പി കണ്ടാലോ. ഇതിന് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. എന്നിട്ട് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1 കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തുരുവി എടുത്തിട്ടുണ്ടാവണോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. ഇതിന് ആകെയുള്ള പണി തന്നെ ഇത് നല്ല വതങ്ങണോ, നല്ല വതങ്ങി വരണോ, അത് മാത്രമാണ് ഇതിനുള്ളത്. ഈ ബീട്രൂട്ട് ഹൽവ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അതിനുള്ള ഒരു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊരു മൂടി അടച്ചിട്ട് കുറച്ചേരം വേവട്ടെ. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ടിപ്പ്. നമ്മൾ കൂടുതൽ പാലൊഴിച്ചിട്ട് ഈ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കണമെങ്കിൽ കുറേ ദിവസം ഇത് ഇരിക്കില്ല. ഞാൻ ഒരു ചെറിയ കപ്പിൽ ലേശം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ദിവസം ഇത് 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നന്നായിട്ടിത് വതങ്ങി വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം വതങ്ങണോ ആ ഒരു നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കടി വരാൻ പാടില്ല. ആ ബീട്രൂട്ടിൻ്റെ ഇത് വരാൻ പാടില്ല. അതാണ് നല്ല ടെക്സ്ചർ. ഇപ്പോൾ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നല്ല വതങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ പഞ്ചസാര നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഏലക്ക ഒരു 2-3 എണ്ണം. ഇത് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം കണ്ട ചെറിയ ചെറിയ ബബിൾസ് ആ പഞ്ചസാര നല്ല മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല വറുത്തിട്ട് അതിലേക്ക് കൊട്ടിക്കൊടുക്കുക. നെയ്യ് ആവശ്യത്തിന് എടുത്തോളി. 2-3 ടീസ്പൂൺ ആയാലും സ്വാദുണ്ടാവും. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ സ്വീറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, കുട്ടികൾക്കൊന്ന് ചെയ്ത് കൊടുത്തു നോക്കി. ഇതാ കണ്ടില്ലേ, നമ്മൾ ബീട്രൂട്ട് ഹൽവ നല്ല വതങ്ങി നല്ല കളർഫുള്ളായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്